പക്കത്തെ വീട്ടിലെ റോസാമ്മ പെണ്ണേ കണ്ടാൽ നല്ലൊരു ഡിസ്കോത്തി പെണ്ണേ. 27 வருஷம் ஆச்சு எனக்கு இந்த இடமை உருவாக்குறதுக்கு. തണുപ്പും പറ്റത്തില്ല. അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഈരാറ്റുപേട്ടയിൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട്. അവിടോട്ട് നീ ചെല്ല്. ഒരു 150 രൂപ കൊടുത്താൽ മതി. അവരെ ഒരു ഇറയത്ത് താമസിപ്പിക്കും. അവിടെ പോയി നിന്നല്ല. ഹലോ വ്യൂവേഴ്സ് ആൻഡ് വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആസ് ഓൾവേസ് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം നാദിർഷിക ആൻഡ് പക്രു ചേട്ടൻ. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാമല്ലേ? മഹാനവമിയാണിന്ന്. നമ്മൾ പൂജ വെക്കുന്നതും എഴുത്തിനിരിക്കുന്നതും അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുള്ള എല്ലാത്തിന്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസത്തിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പുസ്തകം തുറക്കണ്ടാത്ത ദിവസങ്ങളാണ് അതൊക്കെ. എഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ പെങ്ങളുടെ മോനെ എഴുത്തിനിരുത്താൻ പോയ ഒരു ഓർമ്മയുണ്ട്. കോട്ടയത്ത് ഉള്ള പനച്ചിക്കാട് ദേവീക്ഷേത്രം, അവിടെയാണ് എഴുത്തിനിരുത്താനായിട്ട് അവനെ കൊണ്ട് പോയത്. ആ സമയത്ത് ഈ ഭയങ്കര തിരക്കാണല്ലോ. കുട്ടികളെ വിളിക്കുന്നു, മടിയിലോട്ട് ഇരുത്തുന്നു, കരയുന്നു, വാ തുറക്കുന്നു, മോതിരം വിടുന്നു, എഴുതുന്നു. ഇതാണ് ഇവിടെ അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ തിരുമേനിമാര് ചെയ്യുക. അപ്പൊ ഇവനെ എഴുത്തിനിരുത്തുന്നത് ഞാൻ അങ്കിളാണല്ലോ, അവന്റെ മൂത്ത അങ്കിളാണ്. അവന്റെ കൂടെ അങ്ങനെ ചെല്ലുകയുള്ളൂ. ഞാൻ നോക്കിയപ്പോ എന്നെ ഒരു തിരുമേനി പിടിച്ച് നേരെ മടിയിലോട്ട് ഇരുത്തി. ഞാനിങ്ങനെ നോക്കിയപ്പോ ഇത് ശരിക്കും നടന്നൊരു സംഭവല്ലേ? പിടിച്ചു എന്നുള്ള സത്യമാണ്. ഞാൻ കയ്യിൽ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ സംഭവം സൂപ്പർ ആയിരുന്നു കേട്ടോ. പറഞ്ഞു എനിക്കത് വിഷ്വലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ സ്പെഷ്യലായിട്ട് ഇതുപോലെ തന്നെ ഹരിശ്രീ കുറിക്കാൻ പറ്റിയ ഒരാളെ തന്നെയാണ് ഞാൻ ഗസ്റ്റായിട്ട് എത്തിച്ചിരിക്കുന്നത്. പക്രു ചേട്ടൻ്റെ കൂടെ പാർട്ട്ണർ ഇൻ ക്രൈമായിട്ട് എല്ലായിടത്തും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ട്രെൻഡ് സെറ്റർ ടിനി ടോം. എന്താണ് ടിനിച്ചേട്ട വിശേഷം? ട്രെൻഡ് സെറ്റർ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ വന്ന വരവൊക്കെ കണ്ടപ്പോ നല്ല രസം. പക്ഷെ എവിടെ പോകുന്നത് ടിനിച്ചേട്ടൻ ചിരിക്കുമ്പോൾ നമുക്ക് ചിരി വരും. എന്താന്നറിയില്ല, മസിൽ പിടിച്ചൊക്കെ വരണം. ഇപ്പൊ എല്ലാരും പറയുന്നത് ചേട്ടന്റെ കോസ്റ്റ്യൂം സെൻസ്, ചേട്ടന്റെ ഷെയ്ഡ്സ് അങ്ങനെ കഴിഞ്ഞ നമ്മുടെ പൊക്കുന്നതാണോ തരുന്നില്ലല്ലേ? ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞിട്ട് ജനനായകൻ എന്ന് പറഞ്ഞ പരിപാടിയിൽ നാദർശിക്ക് ഒരു ഡ്രസ് ഇട്ടുണ്ടോന്നു ഞാനത് എടുത്തിട്ട് നമ്മുടെ തല്ലുമാലയുടെ കോസ്റ്റ്യൂമിന് അയച്ചു കൊടുക്കും. ഇതൊക്കെയാണ് കോസ്റ്റ്യൂം. അവന് വാശി ഗോഡ് അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നേലും ബെസ്റ്റ് കോസ്റ്റ്യൂമറോ, അപ്പൊ വാശിക്ക് എന്നെ ഇടിപ്പിക്കണം. അങ്ങനെയാണ് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഒപ്പിക്കുന്നത്. അല്ല, ഇത് അന്ന് തന്നെ ഈ സുരേഷ് ഏട്ടന്റെ പ്രോഗ്രാമിനൊക്കെ ഞാൻ ഒരു ഗ്രീൻ ആണ് ഇട്ടത്. അപ്പൊ തന്നെ ഇവൻ ഇങ്ങനെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് ഇത് ഞാൻ ഇവന് പൊക്കാൻ പറ്റാത്ത ഒരു കോസ്റ്റ്യൂം ഉള്ളത് എന്റെ ആയിരുന്നു. അത് ചേരുവോ ഇല്ല, അത് പറ്റില്ല, അത് നടക്കില്ല. ഒറ്റ വാക്കിൽ നമുക്ക് ടിനിച്ചേട്ടനെ പറ്റി നല്ല കാര്യങ്ങൾ ഇനി പറയാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇത്ര നേരം പറഞ്ഞതൊക്കെ ഒറ്റ വാക്കില് ടിനി ടോം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞ നല്ല സുഹൃത്ത്, നല്ല സുഹൃത്ത്, കൂടെ നിൽക്കുന്ന, എപ്പോഴും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന നല്ല ശരി. എന്നാലും നല്ല സുഹൃത്ത് നമുക്ക് അതെടുക്കാം. നല്ല സുഹൃത്ത് പക്രു ചേട്ടാ ഒറ്റ വാക്കി പറഞ്ഞാലോ? ഒറ്റ വാക്കില് നല്ല സുഹൃത്ത് ഇക്ക പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത് പറയുന്നില്ല. സമുദ്രം. ഓ, അതിലെല്ലാം ഉണ്ട്. എപ്പോഴാണ് കയറി വന്നതെന്ന് പറയാൻ പറ്റില്ല. സുനാമിയോ അല്ല, പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു സാധനമാണ് സമുദ്രം എന്ന് പറയുന്നത്. കൊള്ളാം, നല്ലൊരു ആശയം തന്നെയാണ്. ശരി, അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ടിനിച്ചേട്ടനെ പറ്റി പൊക്കി അടിച്ചുകൊണ്ട് ഇനി നമുക്ക് ടിനിച്ചേട്ടനെ താത്താനുള്ള അവസരം കൂടെ നമുക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ചുമായിരുന്നു. അപ്പൊ ടിനിച്ചേട്ടാ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ. അപ്പൊ എന്തായാലും ഇക്ക ഇത്രയും നമുക്ക് ടിനിച്ചേട്ടൻ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അപ്പൊ ടിനിച്ചേട്ടാ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത്? മിമിക്രി ആയാലോ? മിമിക്രി വേണ്ട, എങ്കിൽ ഈ പാട്ട് ഒരു പണിയാ. ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്ന് നിന്റെ പാട്ടിന് കുറ്റം പറയാം. ഞങ്ങൾ അവിടെ പോയിരിക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും. അതെ, ഈ പാട്ടിന് അങ്ങനെ ഒരാൾ വേണം, പാർട്ണർ വേണം. ഡിങ്കിരി ഡിങ്കാലെ ദിനക്കി ഡിങ്കിരി ഡിങ്കാലെ ഉലകം പോന പോക്കു പാറ് റോസമ്മ കന്നാലെ പക്കത്തെ വീട്ടിലെ റോസാമ്മ പെണ്ണേ കണ്ടാൽ നല്ലൊരു ഡിസ്കോത്തി പെണ്ണേ
ഐ ഹീല് ഷൂസുമിട്ട് ബെൽ ബോട്ടം പാൻറ്റുമിട്ട് കുതിര പോലെ കുത്താരും പെണ്ണെ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ. പണ്ടൊരിക്കൽ ഇംഗ്ലണ്ടിൽ ഞാൻ പോയപ്പോൾ ഒരു മദാമയെ ഞാൻ സ്നേഹിച്ചു. പിന്നെ നാട്ടിൽ മടങ്ങി വന്നിട്ട് എൻ്റെ റോസാമ്മ പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചു. ബ്രെഡിൽ വെണ്ണ പുരട്ടി മദാമ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ബ്രെഡിൽ വെണ്ണ പുരട്ടി മദാമ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ റോസാമ്മ പൂള പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടിയടിച്ചു. റോസാമ്മ പൂള പുഴുങ്ങി നല്ല മത്തിക്കറി കൂട്ടിയടിച്ചു. ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ 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 ലാലാ ലാലാ ലാലേ. So, welcome to Comedy Masters. I am pretty sure ഇന്നത്തെ എപ്പിസോഡ് അതിഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കും. കാരണം ചിരിച്ച് തന്നെ എനിക്ക് പകുതി എൻ്റെ ശ്വാസം മുട്ടി തുടങ്ങി. അപ്പോൾ എന്തായാലും ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ ചെറിയൊരു ബ്രേക്കിന് പോവാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാക്കി വിശേഷങ്ങൾ. ഓക്കെ, ബ്രേക്ക്. ഹലോ ഹലോ, ഇത് അണ്ടാവും കുട്ടുപോകും ട്രാവൽസ് ആണോ? ഉണ്ടാവും കിട്ടൂ. ഞാൻ ഏതാണ് ഇത്? അണ്ടഘടാകം ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. ഓ അങ്ങനെയായിരുന്നോ? ആ, അണ്ടഘടാകം. സാറേ ഇവിടെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ടിക്കറ്റ് ഒക്കെ കിട്ടുമോ? സാറേ ഈ ലോകത്തിന്റെ ഏത് അണ്ടഘടാകത്തിൽ പോകണമെങ്കിലും ഈ അണ്ടഘടാകം ടൂർസ് ആൻഡ് ട്രാവൽസിനെ സമീപിച്ചാൽ മതി. വിശ്വസ്തയോടെ നിങ്ങൾക്ക് സമീപിക്കാം. വേറെ പറ്റിപ്പൊന്നും കാണാനില്ലല്ലോ സാറേ. എന്താ സാർ അങ്ങനെ പറയുന്നത്? സാർ ഒന്ന് തിരക്കി നോക്കുന്നു സാറേ. വിളിക്കാം. ആ ശരി. അതെ, നമ്മുടെ ട്രാവൽസിനെ പറ്റി ഭയങ്കര പരാതിയാണ്. ആരാണ് പരാതി പറഞ്ഞത്? നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സായിപ്പിനെ നമ്മൾ ഊട്ടിക്ക് പറഞ്ഞു വിട്ടില്ല ഗസ്റ്റ്. പറഞ്ഞിട്ട് 1 മാസത്തേക്കാണല്ലോ അവർ പോയത്. പുള്ളി അവിടെ ട്രാഫിക് സിഗ്നൽ അവിടെ എന്തൊക്കെയാ പ്രശ്നമായിട്ട് അവിടെ ആ ഗസ്റ്റ് ഇറങ്ങി ഓടിക്കളഞ്ഞു. ട്രാഫിക് സിഗ്നലിൽ അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്? നമ്മളിപ്പോ പുതിയൊരു ഡ്രൈവറിനെ വെച്ചില്ലേ, അവനവിടെ എന്തോ വിഷയം ഉണ്ടാക്കി, എന്തോ പ്രശ്നമാണ്, ട്രാഫിക് ജാം ആക്കിയെന്നൊക്കെ പറഞ്ഞ് ആ ഗസ്റ്റ് ഇറങ്ങി ഓടിക്കളഞ്ഞു. അയ്യോ, ഇതൊക്കെ സാർ അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണം. എന്തിനാ വേറെ അറിയാവുന്ന പിള്ളേരെ വെക്കുന്നത്? ഞാനിവിടെ ജോലിക്കുണ്ടല്ലോ, എനിക്കറിയാം ഡ്രൈവിംഗ്, എന്നെ വെച്ചാ പോരെ. എന്നാ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നാളെ തൊട്ട് നിന്നെ ഒരു കാർ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്താണ് ആദ്യം ചെയ്യുന്നത്? ഞാൻ ഡോർ തുറന്ന് പുറത്ത് പോകും. നീ എന്തിനാണ് ഡോർ തുറന്ന് പുറത്ത് പോകുന്നത്? കാർ തന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. സാറേ ഞാനിപ്പോ എവിടെ നിൽക്കുന്നത്? എവിടെ ഞാനിപ്പോ നിൽക്കുന്നത്? നീ ഇപ്പൊ നമ്മുടെ ഓഫീസിലാണ് നിൽക്കുന്നത്. ആണല്ലോ. ഈ ഓഫീസിന്റെ ഡോർ തുറന്നാലല്ലേ പുറത്തോട്ട് പോകാൻ പറ്റും. ഓ അങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യും? ഡോർ തുറന്നകത്ത് കയറും. നീ ഇപ്പൊ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതല്ലേ, പിന്നെ എന്തിനാണ് തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നത്? അയ്യോ, എങ്ങോട്ട് കയറുന്ന കാര്യമല്ല, പിന്നെ ഡോർ തുറന്നാലല്ലേ കാറിന്റെ അകത്തോട്ട് കയറാൻ പറ്റൂ. കാറിന്റെ ഡോർ തുറക്കുന്ന കാര്യം. ഓ, കാറിന്റെ ഡോർ തുറന്ന് അകത്ത് കയറും. എന്നിട്ട് പിന്നെ എനിക്ക് ഹെവി ലൈസൻസ് ഒക്കെ ഉണ്ട്. ഹെവി ലൈസൻസ് ഉണ്ടോ? എന്നാ പിന്നെ കാർ ആക്കണ്ട, ഞാൻ നിനക്ക് ബസ് തരാം. ബസ് തന്നാ നീ എന്ത് ചെയ്യും? ഡോർ തുറന്ന് പുറത്തിറങ്ങും. നീ എന്തിനാണ് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നത്? എന്തിനാണ്? സാറേ ഞാനിപ്പോ എവിടെ ഇരിക്കുന്നത്? നീ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? നീ ഓഫീസിലല്ലേ നിൽക്കുന്നത്? അതല്ലല്ലോ, ഞാൻ കാറിനകത്ത് ഇരിക്കുവന്ന സാറ് നേരത്തെ തന്ന കാറിനകത്ത്. അപ്പൊ ആ കാറിനകത്ത് ഇരിക്കുകയാണ് നീ? ഇരിക്കുകയാണ്. ഇറങ്ങണം ഇങ്ങോട്ട്. എന്നിട്ട് ഞാൻ നിനക്ക് ഇപ്പൊ ബസ് തന്നില്ലേ, ആ ബസ് തന്നാൽ എന്ത് ചെയ്യുമെന്നാ ഞാൻ ചോദിച്ചത്. ഡോർ തുറന്നകത്ത് കയറും. ഡോർ തുറന്ന് അകത്ത് കയറും. കാറിനകത്തൊന്നും നീ ഇറങ്ങിയല്ലോ, പിന്നെ എന്തിനാണ് നീ ഡോർ പിന്നെ തുറന്ന് അകത്തോട്ട് കയറുന്നത്? പിന്നെ ബസ്സിന്റെ അകത്തോട്ട് കയറണ്ടേ? ബസ്സിന്റെ ഡോർ തുറന്ന് അകത്ത് കയറണ്ടേ? ഓ, ബസ്സിന്റെ ഡോർ തുറന്ന് അകത്ത് കയറും. എന്നിട്ട് പോകും. ബസ്സിൽ പോകല്ല. കൊള്ളാം. ഞാനിപ്പോ ഒരു 15 രൂപ നിന്റെ തന്നാൽ നീ ഒരു ചായയും കഴിയും എനിക്ക് വാങ്ങിച്ചു കൊടുത്തരില്ലേ? പിന്നെ അതല്ലേ സ്ഥിരം ഇവിടെ ചെയ്യുന്നത്. എന്നാ അത് തന്നെ എന്റെ പൊന്നുമൻ ചെയ്താൽ മതി. അത് തന്നെ വൃത്തിയും മനക്കും ചെയ്യുന്നില്ല. നീ ഡോർ തുറന്ന് അകത്തോട്ടും കയറണ്ട പുറത്തോട്ടും കയറണ്ട. ബസ് ഉണ്ടാക്കാൻ വന്നിരുന്നു. അപ്പൊ ഞാൻ ഡോർ തുറന്ന് പുറത്ത് പോട്ടെ? ഒറ്റ വെട്ടി ഞാൻ വെച്ചിരുന്നു. അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്ത് പോയാലേ ചായ മേടിക്കാൻ പറ്റും. നീ എങ്ങോട്ടേലും പോ, ഡോർ തുറന്ന് എങ്ങോട്ടേലും പോ, ഇങ്ങോട്ട് വരണ്ട. നമസ്കാരം സാർ. ഹലോ, നമസ്കാരം. മാടപ്ര മാത്യൂസ്.
മാടപ്ര മാത്യൂസ്. മാത്യൂസ്, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ്. എനിക്ക് കാമറൂന് പോകാനാ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിനെന്താ സാർ കാമറൂൺ ഞാൻ ബുക്ക് ചെയ്യാൻ ചെയ്യാം. ആയിക്കോട്ടെ, സന്തോഷം. ഞാനിപ്പോ ചെക്കോസ്ലോവാക്കിലെ ഗുഹാമുഖങ്ങളിലെ ഈ കടബാലിനെ കുറിച്ച് പഠിച്ചിട്ട് വരുന്ന ഒരാളാണ്. കടബാവല അതിനെ കുറിച്ച് ഫോട്ടോസ് ഉണ്ട്. നോക്കിയോളൂ, ഇഷ്ടം പോലെ ഉണ്ട്. സാറേ എനിക്കൊരു സംശയം. എന്താണ് സാർ, എന്തിനാണ് സാർ ഈ വവ്വാല് മാത്രം ഇങ്ങനെ പിന്നെ തലകീഴായിട്ട് കിടക്കുന്നത്? ബാക്കി എല്ലാ പക്ഷികളും നേരെയാണ് കിടക്കുന്നത്. എളികേറൽ എന്ന് പറയും. അഹങ്കാരം എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 2 കാലില്ലേ? ഈ കാല് വെച്ച് നിങ്ങൾ നിവൃന്ന് നിൽക്കുന്നില്ലേ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു? തള്ളയല്ല ബാബൽ തലകിഴക്കാം ജാതി എന്നാണ്. പറഞ്ഞ അനുസരണം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. അത് അങ്ങനെ തൂങ്ങുന്നത്. അപ്പം ടിക്കറ്റ് സാറിന് മാത്രം മതിയോ അതോ വൈഫിനും കൂടെ ചേർത്ത് നമുക്കൊരു പാക്കേജ് പോലെ അങ്ങ് ചെയ്തില്ല? ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, വൈഫില്ല. വിവാഹം കഴിച്ചല്ലേ? വിവാഹം കഴിച്ചതാണ്. അത് പറയുമ്പോ കണ്ണു നിറയും. സോറി സാർ, ഞാനത് വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഞാൻ ഇത് പിഴുതു പോകും സാർ. സാർ അധികം ആട്ടാതിരിക്കുന്നത്. ഓക്കെ സാർ, അപ്പൊ ഞാൻ നാളെ സാറിനെ വിളിച്ച് ടിക്കറ്റ് ഓക്കെ ആക്കി. ഓ ശരി സാർ. അപ്പൊ വരുന്നോ? കാമറൂണ് വരുന്നു? ഇല്ലല്ല, ഞാൻ ഇവിടെ ഒരുപാട് തിരക്കുണ്ട്. സാറേ ഞാനെന്നാ പുള്ളി അങ്ങോട്ട് വിട്ടിട്ട് വരാം. ശരി ശരി. ഒരെണ്ണം കൂടെ. എന്റെ കൊച്ചെ ഇപ്പൊ തന്നെ നീ 7 പഠിച്ച് നന്നായിട്ട് പഠിച്ചു. നേരത്തെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ. നേരത്തെ അടുത്തോളം തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. ഹലോ, ഇതൊരു സ്ഥാപനമാണ്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അത് എന്റെ പേര് റീൽസ്. എന്റെ ദൈവമേ, ഈ റീൽസും ടിക്ടോക്കുമാണ് ഈ ലോകം നശിപ്പിക്കുന്നത്. ഈ മെനകെട്ട പരിപാടി കാരണം ഉണ്ടല്ലോ ഈ നാട് നശിച്ചോണ്ടിരിക്കുക. ഇതൊന്നും ഒന്ന് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ റീൽസ് നിങ്ങൾ എന്ത് നശിപ്പിച്ചാണ് നിങ്ങൾ പറയുന്നത്? നശിപ്പിച്ചു. ഇവിടെ പണ്ടൊക്കെ ഒരു കല്യാണം നടക്കുവാണെങ്കിൽ എന്തൊക്കെ വേണം? പന്തൽ പണിക്കാർ വേണം, പിന്നെ ടൂറിസ്റ്റ് ബസ് വേണം, കാറ് വേണം, പിന്നെ അങ്ങനെ ഓരോ കാര്യം. നിങ്ങൾക്ക് എന്താണ് നശിച്ചത്? ഞങ്ങൾക്കിപ്പോ ഓട്ടോ ഇല്ല സുഹൃത്തെ. അത് ഓട്ടോ ഇല്ലാത്ത ട്രാവൽ ആൻഡ് ടൂറിസ്റ്റുകാർക്ക് ഓട്ടോ ഇല്ല. പണ്ടൊക്കെ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് ഒരു കല്യാണത്തിന് ചെലവാകുന്നത്. ഇപ്പൊ എന്താണ്? ഒറ്റയ്ക്ക് ഒരുത്തൻ റീൽസ് എടുക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ ഡിവറ്റ് തുടങ്ങും. ഈ ഡിവറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരെന്താ കാന്താരിയും കാന്താരിയും എന്നൊക്കെ ആകും. പിന്നെ എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് ഒരു തുളസിമാല അങ്ങോട്ട് വിടും, ഒരു തുളസിമാല ഇങ്ങോട്ട് വിടും. കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. ഏതാണ്ട് 3 ലക്ഷം രൂപ തീരേണ്ട കല്യാണം ഇത് 150 രൂപയിൽ തീരും. മനസ്സിലായോ? അപ്പൊ ആർക്കാണ് ബുദ്ധിമുട്ട്? തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അല്ല ഹലോ, നിങ്ങൾ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാണെന്ന് ഞാൻ ചേട്ടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയുള്ളൂ. അതെ. അപ്പൊ ഹണിമൂണിനും പോകണ്ടേ നിങ്ങൾക്ക്? ഹണിമൂണിന് പോകണം. അയ്യോ, അതിന് ഒരുപാട് പാക്കേജ് ഉണ്ട് നമ്മളിവിടെ. അതറിയാനായിട്ട് ഞാൻ പറയട്ടെ, നമുക്ക് അങ്ങനെ ഹണിമൂണൊന്നും വേണ്ട. രാവിലെ ആറ്റുവ കോവില്, വൈകുന്നേരം ശംഖുമുഖം, തീർന്ന ഹണിമൂൺ, അത് മതി. ചേട്ടാ, ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ അത് കല്യാണം കഴിയുമ്പോ എന്നെ ഹണിമൂണിന് കൊണ്ടുപോകണം. അതല്ലേ പറഞ്ഞ ആറ്റുവ കോവില് പോകുന്നത് രാവിലെ. അവിടെ അല്ല എനിക്ക് പോകേണ്ടത്. എനിക്ക് കുറച്ച് തണുപ്പും ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ് പോകുന്നത്. ചേട്ടാ, നല്ല പാക്കേജ് ഏതാ ഉള്ളത്? നല്ല പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മള് ഏറ്റവും ഇപ്പൊ നല്ലത് കുളു മണാലി നല്ലതല്ലേ? മതി. കുളു മണാലി 2 മാസത്തെ ട്രിപ്പ് ഉണ്ടോ? 2 മാസം നീ അവിടെ താമസിക്കാൻ പോകുന്ന? പിന്നെ അല്ലാതെ 2 മാസത്തോടെ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഒരുപാട് പൈസയാവും. വെറുതെ പോകാൻ പറ്റുമോ? നിങ്ങൾ കിടന്ന് തിളക്കാതെ ഞാൻ ഇതിന്റെ പാക്കേജിനെ കുറിച്ച് പറയട്ടെ. കുളു മണാലിയിലേക്ക് പോകുന്ന 2 മാസത്തേക്ക് ഒരു പാക്കേജ് ഇവിടെ ഉണ്ട്. വളരെ കുറച്ച്, വളരെ മാന്യമായ രീതിയിൽ നമ്മൾ അത് ചെയ്തു തരും. അപ്പൊ താമസം വേണമല്ലോ, നല്ല സ്റ്റാർ ഹോട്ടലിൽ താമസം വേണം, സംവിധാനത്തിൽ താമസം വേണമല്ലോ, ഭക്ഷണം വേണമല്ലോ, നല്ല ഫുഡ് വേണം, ഭക്ഷണം വേണം. അങ്ങോട്ട് പോകാൻ ഫ്ലൈറ്റ് വേണ്ടേ? ഫ്ലൈറ്റ് പോകണ സൈഡ് സീറ്റിൽ ഇരിക്കണമല്ലോ. സൈഡ് സീറ്റ് വേണം. ഇതിനൊക്കെ പറ്റിയ ഒരു പാക്കേജ് ഞാൻ അങ്ങോട്ട് പറയാം. ഒരു 1,40,000 രൂപ മുടക്കാമെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ചെയ്തു. സ്റ്റാൻഡേർഡ് വേണം, നമുക്ക് ഒട്ടും കുറക്കണ്ട. 1,40,000 രൂപ. 2 മാസത്തേക്ക് 1,40,000. എന്തൊരു കുറവാ അത്. ഇതില് കുറഞ്ഞതൊന്നുമില്ലേ? കുറഞ്ഞതാ? നമുക്ക് അത്രയും സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ട. ഒരു അല്പം ഫുഡൊക്കെ ഇച്ചിരി കുറഞ്ഞത് മതി. സാർ, ഒരു കാര്യം ഞാൻ പറയട്ടെ. സാർ, ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതാണ്. നമുക്ക് 2 മാസം എന്ന് പറയുമ്പോൾ ഇത് കുറഞ്ഞ ചെലവാണ്. 2 മാസമാണ് 1,40,000 രൂപ.
എന്റെ കുറവാ. എടി നീ ഇത് സമ്മതിക്കരുത്. ഈ 1,40,000 ഉണ്ടെങ്കിൽ നമുക്ക് 3 കറവ പശുവിനെ വാങ്ങിച്ച് വീട്ടിൽ നിർത്താം. ഹലോ സുഹൃത്തെ, ഈ കറവ പശുവിന്റെ പുറത്ത് കയറി കുളുമണാലി കറങ്ങാൻ പറ്റുമോ? അതാണ് ഇങ്ങോട്ട് മാറിക്കേ. മനസ്സിലായോ? ചേട്ടാ വേറെ ഏതാ ഉള്ളത്? അയ്യോ പിന്നെ അത് ഈ മണാലി വേണ്ട. വേണ്ട. കാര്യം എനിക്ക് തണുപ്പ് പറ്റൂല. അങ്ങനെ പ്രശ്നം എനിക്ക് തണുപ്പ് പറ്റൂല. വേറെ അപ്പൊ വേണ്ട വേണ്ട വേറെ വേണ്ട പോവാം. തണുപ്പില്ലാത്ത സ്ഥലത്ത് പോകാന്ന്. തണുപ്പ് പ്രശ്നമല്ലാത്ത സ്ഥലമുണ്ട്. നമുക്ക് രാജസ്ഥാൻ കൊണ്ട് രാജസ്ഥാൻ അങ്ങനെ അവിടെ നല്ല ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, പാലസുകളുണ്ട്, കാണാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അത് നോക്കാം ചേട്ടാ. അത് നോക്കാല്ലേ? അപ്പൊ അവിടെ താമസം വേണം, പിന്നെ ഭക്ഷണം വേണമല്ലോ, എല്ലാ സംവിധാനങ്ങളും വേണം. ഫ്ലൈറ്റ് തന്നെ അവിടെ മതി. ഫ്ലൈറ്റിൽ പോയാൽ മതിയല്ലോ. ഓക്കെ. അത് നമ്മൾ ഏറ്റവും കുറച്ച് നമുക്കൊരു 1,20,000 രൂപയ്ക്ക് 20,000 രൂപ കുറവാണ്. 20,000 രൂപ കുറവാണ്. അത് പറ്റൂല. രാജസ്ഥാനിൽ ചൂട് കൂടുതലാണ്. രാജസ്ഥാനിൽ ചൂട് കൂടുതലാണ്. എന്നെ കൊണ്ട് താങ്ങൂല. എനിക്ക് ചൂട് കൂടുതലാണ്. തണുപ്പും അനുഭവിക്കാൻ പറ്റില്ല. പാപ്പുവ എന്നാ പിന്നെ നമുക്ക് വേറെ കാര്യം ചെയ്യാം. നമുക്ക് ഗോവയെ പിടിക്കാം. ഗോവ ചൂടും തണുപ്പും വലിയ പ്രശ്നമില്ല. നല്ല കാലാവസ്ഥയാണ്. ബീച്ചൊക്കെ ഉണ്ട്. ബീച്ചിൽ നിന്ന് ഒരു പ്രശ്നമുണ്ട്. ഉപ്പ് കാറ്റടിക്കും എന്റെ മുഖത്ത്. ഉപ്പ് കാറ്റടിച്ച് കഴിഞ്ഞ പ്രശ്നമാണ്. അത് വേണ്ട. പോവാം. ഈ നാറി കൊണ്ട് ഒരു തരത്തിലും സമ്മതിക്കില്ല. ഹലോ സാർ, സുഹൃത്തേ, നിങ്ങൾക്ക് ഇനി വന്ന് ഞാൻ ചോദിക്കട്ടെ, തനിക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം? എന്താണ്? എനിക്ക് ചൂട് ഒരുപാട് പാടില്ല, തണുപ്പും ഒരുപാട് പാടില്ല. അങ്ങനെ എത്ര സ്ഥലമാണോ ഞാൻ പറഞ്ഞു തന്നത്? എന്നാ പിന്നെ നമുക്ക് മൂന്നാർ സെറ്റ് ചെയ്യാം. അവിടെ ചൂടില്ല, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അല്ല അത് അവിടെ തണുപ്പ് കൂടുതലാണ് സാറേ. നിനക്ക് ചൂടും പറ്റത്തില്ല, തണുപ്പും പറ്റത്തില്ല. അതെ അതെ. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യണം. ഈരാറ്റുപേട്ടയിൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീടുണ്ട്. അവളോട് നീ ചെല്ല്. ഒരു 150 രൂപ കൊടുത്താൽ മതി. അവരെ ഒരു ഇറയത്ത് താമസിപ്പിക്കും. അവിടെ പോയി നിന്നല്ലോ. എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. എനിക്കിങ്ങനെ കാടും മലകളൊക്കെ താണ്ടിട്ട് ഇങ്ങനെ കുന്നിൻ ചെരുവ്. ഞാൻ ചോദിക്കട്ടെ, നീ ഹണിമൂണിന് പോവുകയാണ് അതോ ഡിസ്കവറി ചാനലിന്റെ ഡോക്യുമെന്ററി എടുക്കാൻ പോവുകയാണ്? അയ്യോ, അതൊക്കെ ഞാനാണ്. അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവം എന്ത് രസമാണ് ഈശ്വര. ഇതൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണം. എനിക്ക് എന്തൊരു ആഗ്രഹമാണെന്ന് അറിയാട്ടോ. അതിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. കല്യാണം കഴിച്ചതിന് ഇതിനു വേണ്ടി തന്നെയാ പോടുന്നു. ഞാൻ വിചാരിച്ചതൊന്നും പറ്റൂല കൊച്ചേ. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ പറയട്ടെ, ഇതിനൊന്നും വലിയ ചെലവൊന്നുമില്ല. 100 രൂപ മുടക്കിയാൽ മതി. അതങ്ങനെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴേ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു സംവിധാനമാണിത്. വീടിന്റെ ഭിത്തിയില് ഇതേപോലെ ഉള്ള സീനറി മേടിക്കുക. എവിടുന്നെങ്കിലും സീനറി മേടിച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലേക്ക് ഈ സാധനം അങ്ങോട്ട് കൊണ്ടുവയ്ക്കുക. ഈ സാധനം എന്നിട്ട് ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സാധനം കിട്ടും. 100 രൂപയുടെ ചെലവേ ഉള്ളൂ. പക്ഷേ കക്കൂസിന്റെ അടപ്പല്ലേ ഇത്? അതെന്താ, നമ്മുടെ കാര്യം നടന്നാ പോരെ. എന്നെ ഇവിടെ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമോ? വേണ്ട, ഇതിന് 2,400 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് രാജ്യത്ത് വേണേലും പോയിരുന്ന. അല്ല അതെ, 2,400 കൂടുതലാണ്. എന്റെ വീട്ടില് പഴയത് ഒരെണ്ണമുണ്ട്, അത് ഇളക്കി എടുത്താൽ പോരെ. ഇത് മതിയെന്ന് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതെ, ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊന്നും വേണ്ട, പോവാൻ വേണ്ടി കൊച്ചേ. കാര്യം ഇത് ഭയങ്കരമായ ചെലവ് കൂടുതലാണ്. അപ്പൊ ഇതെടുക്കട്ടെ. ഭയങ്കര പിശുക്കനാന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിശുക്കിന്റെ കേസ് മാത്രം പറയരുത്. ഞാൻ അങ്ങനെ അത്ര പിശുക്കനാണ്. ഇങ്ങോട്ട് വന്നപ്പോ ബസ്സിന് ടിക്കറ്റ് എന്റെ മാത്രം എടുത്തു. ഞാൻ നിനക്ക് കൊടുത്തില്ലേ? നമ്മൾ രാവിലെ ദോശ കഴിക്കാൻ പോയപ്പോൾ നിന്റെ ബില്ലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തില്ലേ? പിന്നെ നീ എന്തൊരു കണക്കിനാണ് ഞാൻ പിശുക്കനെന്ന് പറയണത്? നീ എന്ത് തേങ്ങായി പറയുന്നത്? നിന്റെ ഭാര്യയാണോ ഇത്? പിന്നെ അവിടെ ടിക്കറ്റ് എടുക്കുന്നത് നീ അല്ലാതെ വേറെ ആരെങ്കിലും എടുക്കും? അതുകൊണ്ടാണ് സാർ അവിടെ എന്നെ പിശുക്കുന്നത് സാറേ. ഇപ്പൊ ഹണിമൂണൊക്കെ പോവാം, പക്ഷെ ചെലവ് കുറഞ്ഞിരിക്കണം സാർ. അതാണ് ആവശ്യം. നിനക്ക് ചെലവ് കുറഞ്ഞിരിക്കണം. താമസം വേണം, ഭക്ഷണം വേണം. പക്ഷെ എന്നാ ചെലവ് കൂടാനും പക്ഷെ പിന്നെ ഹണിമൂൺ പോകുമ്പോൾ 10 പേർ 10 പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. 10 പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും. എന്നാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പോകാമോ? പോകാം. അവിടെ അവിടെ ഭക്ഷണം നീ ചെലവ് ചുരുക്കി വേണ്ട. 10 പൈസ ഭക്ഷണത്തിന് കൊടുക്കണ്ട. പക്ഷെ ഭക്ഷണത്തിന് 10 പൈസ കൊടുക്കണ്ട. പിന്നെ നിനക്ക് കിടക്കാൻ അവിടെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കാം. ആരും ചോദിക്കത്തില്ല. രാത്രി തങ്ങിയ പോരെ. അങ്ങനെയാണെങ്കിൽ ആരും ചോദിക്കത്തില്ല. എവിടെയാണോ? മെഡിക്കൽ കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിൽ കൂട്ടിരിപ്പ് കേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കിടന്നാൽ മതി. മനസ്സിലായോ? അവിടെ കുറെ സന്നദ്ധ സംഘടനക്കാര് പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുതരും 3 നേരം. അതും വാങ്ങിച്ച് നക്കിച്ച് നീ അവിടെ കിടന്നാ മതി. നിനക്ക് അതേ പറ്റൂ. മാസ്റ്റേഴ്സ്, താരവിളയാട്ടം കാണാനുള്ള സമയമായി. റെഡിയാണോ? എന്ത് പെർഫോമൻസ് കാണാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സിജിൻ കൂത്താട്ടുകുളം. വെൽക്കം. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ടോ? തണുത്ത് മരയ്ക്കുന്നു. എന്തിനാണ്? കുറെ നാളായി എന്നാ ചെയ്യാൻ പോകുന്നേ?
കുറച്ച് സ്റ്റാർസിന്റെ വോയിസ് ഇമിറ്റേഷൻ ആണ്. ആ മിമിക്രി ആണോ ശരിക്കും? കലയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ അതോ ജോലിയും കലയും കൂടെ കൊണ്ടുനടക്കും? റിസപ്ഷൻ കോഴ്സ് ഒക്കെ പഠിച്ച റിസപ്ഷനിസ്റ്റ് ആണ്. ആണ്. ഓക്കെ. എവിടെയാ സ്ഥലം? എവിടെയാ? കൂത്താട്ടോളം? സ്ഥലം കൂത്താട്ടോളത്താണ്. വർക്ക് ചെയ്തൊക്കെ KTDC-യിലായിരുന്നു. ഓ നൈസ്. കേരള ടൂറിസത്തിന് അറിയാം, മനസ്സിലായി. സൂപ്പർ. തിരിച്ച് കൊള്ളാം. കാണാം അല്ലേ പെർഫോമൻസ്? ഓക്കെ. ആരാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? കണ്ടുകൊണ്ടേൻ മൂവിയിലെ മമ്മൂക്കയുടെ വോയിസ് തമിഴ് പറയുന്നുണ്ട്. തമിഴ് സ്ലാങ്. ഓക്കെ ഓക്കെ. തമിഴ് ഡയലോഗാണ്. മമ്മൂക്കയുടെ തമിഴ് ഡയലോഗ്. ഓക്കെ കേട്ടോ നോക്കാം. വിനോദക്ക് എന്ന കുറച്ചില് അഴകില്ലയാ, അറിവില്ലയാ, രണ്ട് കാലിറക്കില്ലയാ, പിന്നെ ഇവനോட பொருத்தமான உனக்கு ஏன் வருவா? வாழ்க்கையில சில கேள்விகளுக்கு சீக்கிரமா பதில் கிடைக்கிறதில்லை. நான் இதுக்கு ராணுவத்தில் சேர்ந்தேன், குடிச்சேன், காரில் இருந்தேன், மனசுக்கு பிடிச்ச ஒரு தின்னோட கல்யாணம் பண்ணி துடிச்சேன். எல்லாமே இந்த பச்சைக்கண் தேவதை கொடுக்குற நல்லா பார்த்துக்கிறியான்னு கேட்குறேன். நல்லா பார்ப்பேன். താങ്ക് യു. സൂപ്പർ സൂപ്പർ വണ്ടർഫുൾ. ഓക്കെ നെക്സ്റ്റ്. നാട്ടുരാജാവ് എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ശബ്ദം. ലാലേട്ടന്റെ സൗണ്ട്. ഓക്കെ കേട്ടോക. സർവേശ്വരന്മാരെ സകല പാപങ്ങളും പൊറുക്കണമേ. പുലിക്കാട്ടിൽ ചാളി നടത്തം പഠിച്ച ഈ മുറ്റത്ത് തന്നെ നീ കാർക്കിച്ചത് പൊല്ലടാ, ഉമിനീരല്ല. ചൊവ്വാന്ന് ചോന്ന ചോര തുപ്പുന്നീ. എടാ പത്രോസിന്റെ മോനെ, എൻ്റെ അപ്പൻ പുലിക്കാട്ടിൽ മാത്തച്ഛന് നിന്റെ അപ്പൻ പാതിരി വീട്ടി പത്രോസ് പെണ്ണ കൂട്ടിക്കൊടുത്ത വകയിൽ കമ്മീഷൻ പറ്റിയതാ ഈ കാണുന്ന 50 ഏക്കർ മറ്റേ ഇടം. ഈ കൂട്ടിക്കൊടുപ്പിന് പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല നാട്ടിലും കോടതിയിലും. അതുകൊണ്ട് നീ വിട്ടോ. അതല്ല കിട്ടിയ ഉത്തരവും താങ്ങി പിടിച്ച് ഇവിടെ കിടന്ന് വെട്ടിക്കെട്ട് പൊട്ടിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ആചാര വെടിമുഴക്കി സകലം തന്നെ മന്ത്യകർമ്മം ആഡംബര പൂരം കൊണ്ടാടും ചാർലി. ഇവരെൻ്റെ തൊഴിലാളികളല്ല, സുഹൃത്തുക്കളാണ്. ഇവർക്ക് ഞാൻ ആരാണെന്ന് നേരത്തെ നീ തന്നെ പറഞ്ഞു. നാട്ടുരാജാവ് ജോണിക്കുട്ടി, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാ. താങ്ക് യു. സൂപ്പർ അടിപൊളി. അപ്പം ലാലേട്ടെ കേട്ടു, മമ്മൂക്കനെ കേട്ടു. ഇനി ആരാണ് തകർപ്പനായിട്ട് പെർഫോം ചെയ്യാൻ എത്തുന്നത്? കുറുപ്പ് ഫിലിമിലെ ദുൽഖറിന്റെ ശബ്ദം. ഓക്കെ. വല്ല മോരമായി കൊടുത്ത് വീട്ടിൽ പറഞ്ഞു കഴിവറ മോനെ, ഇനി ഇവിടെ കിടന്ന് ചെലച്ച അങ്ങ് പേഷ്യത്തോട് വെച്ച കണക്കിറങ്ങി ഇരിക്കും. അതെ, ഇനി എന്നെ ആരും കാണുന്നു ഞാൻ തീരുമാനിക്കും. അത് കാക്കയാണെങ്കിലും ശരി, ഖാദറാണെങ്കിലും ശരി. താങ്ക് യു. കിങ് ഖാൻ ഷാറുഖ് ഖാന്റെ ശബ്ദമാണ്. അദ്ദേഹം ഹീമാനായിട്ട് വരുവാണെങ്കിൽ ഒരു ലൈവ് സ്റ്റേജിൽ വന്നിട്ട് പറയുകയാണ്. ഓക്കെ, ഹീമാൻ എന്ന റോളിൽ പുള്ളിക്കാരൻ വരുവാണെങ്കിൽ. ഓക്കെ, ശരി. ആ ഡയലോഗ് ഡെലിവറി. Hi everybody, this is Shah Rukh Khan bol rahi hai. Thank you so much for this wonderful opportunity to be a part of this program. Hi, I'm Adam, Prince of Adenia. The fabulous secret powers were revealed to me the day I headed up on my magic sword and say, by the power of Grayskull, I have the power. The Cringer will be the mighty battle cannon and become He-Man, the most powerful man in this universe. ഇനി ആരാണ് പവർഫുൾ ആയിട്ട് അടുത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്? സൂര്യ സാറിന്റെ ശബ്ദമാണ്. വിക്രം മൂവിയിലെ റോളക്സ് എന്ന കഥാപാത്രം. അദ്ദേഹം ലൈവായിട്ട് സംസാരിക്കുകയാണ്. ലൈവായിട്ട് റോളക്സ് ഇവിടെ വരുവാണ്. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. പൊളിക്കാം. ஓகே. எல்லாருக்கும் வணக்கம். ரொம்ப சந்தோஷமா இருக்குது. மேடையில வந்து பேசுறதுக்கு வாய்ப்பு கிடைச்சது ரொம்ப கொடுத்து வச்சிருக்கோம். பக்கச்சேட்டா எப்படி இருக்கீங்க? சுகமா இருக்கியா? சோ நாளை நேத்து ஒரு அவார்ட் அடிக்க போனதுக்கு அப்புறம் ஒரு சின்ன பையன் என்கிட்ட வந்து கேட்டேன், ஆனா ரோலக்ஸ் மாதிரி பேசுங்களா அப்படின்னு கேட்டேன். சோ அவருக்காக நான் யா ப்ளீஸ். ஓகே ப்ளீஸ் சார். சிங்க வேட்டையாட போது காடை செழிப்பா இருக்குமே, அப்ப அது பசியோடு இருக்கும் போது காடை பாட்டி கிடக்கும். 27 வருஷம் ஆச்சு எனக்கு இந்த இடமை உருவாக்குறதுக்கு. அப்படா பாட்டலோ யாரும் தூக்கி கொடுத்ததில்லை. ரோலக்ஸ் all right, this all right, that's the fucking rule of the jungle. எவன் பசியோடு இருக்கானோ அவனை யாராலும் தடுக்கவே முடியாது. நாளைக்கு டேவன் அவனுக்கு தலையவனை கொண்டு வரியா, அவனை எனக்கு லைஃப் டெஸ்ட் பண்றா. എന്ത് രസമായിരുന്നു കേൾക്കാൻ. ഇത്ര ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടല്ലേ ഇതൊക്കെ പറയുന്നേ? എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് താര തിരുമറി തരണ്ടെന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്തായാലും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ രീതിയിലൊരു താര തിരുമറി. അറിയാമല്ലോ, നമ്മളൊരു ഡയലോഗ് കേൾപ്പിക്കും, ഒരു ഓഡിയോ കേൾപ്പിക്കും, എന്നിട്ട് ഞാനത് ആരുടെ വോയിസിൽ പറയണം എന്നുള്ളത് കേട്ടതിന് ശേഷം പറയാം. ഓക്കെ, കേട്ടോ ഓഡിയോ. ഞാൻ കാസനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. സ്വന്തം പേരല്ല, വീണ പേരാണ്. ഇന്നലെയും മഴ പെയ്തിരുന്നു, ഇന്നലെയും ഉദയാസ്തമയങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഡയലോഗ് ഇപ്പൊ ലാലേട്ടന്റെ ഡയലോഗാണ്. ഇത് ലാലു അലക്സ് നമ്മുടെ ലാലു അലക്സ് ഏട്ടന്റെ വോയിസിലാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ടത് ഇപ്പൊ എനിക്ക് തോന്നിയോണ്ടാണ്. ഓക്കെ, ശരി. ഞാൻ കാസിനോവ, പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. ഇന്നലെയും മഴ പെയ്തിരുന്നു, ഇന്നലെയും ഉദയാസ്തമയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എന്റേതായിരുന്നില്ല.
എനിക്ക് വേണ്ടിയായിരുന്നില്ല. എന്നാ ഇന്ന് പ്രണയം ഞാൻ അറിയുന്നു. മനെ വൃദ്ധനെ 16-കാരനാക്കുന്ന പ്രണയം. ഐ ലവ് യു. ഞാൻ ഉന്നെ കാതലിക്കറേ. मैं तुमसे प्यार करता हूं. മാനേ സൂപ്പർ ആയിരുന്നു മാനേ, അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നതിനെക്കാട്ടിലും മുമ്പ് നമ്മുടെ മാസ്റ്റേഴ്സ് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇക്ക തകർത്ത് സിജിൻ. താങ്ക് യു സർ. ഉഗ്രനായിരുന്നു. കാരണം പിന്നെ സിജിന് ചെറിയ ലെവലിലുള്ള കളിയല്ല, എല്ലാം വലിയ ലെവലിലുള്ള Top കളിയാണ്. level. ടോപ്പ് ലെവലിലുള്ള കളികൾ മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ, സൂര്യ, പിന്നെ ഷാരൂഖ് ഖാൻ ഒക്കെ മതി എന്നുള്ള ലൈനിലാണ്. അതിലെനിക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത് ഷാരൂഖ് ഖാൻ, പിന്നെ സൂര്യ, എല്ലാം നന്നായിരുന്നു എല്ലാം. പിന്നെ മറ്റേ ലാലേട്ടൻ്റെ മമ്മൂക്കടൊക്കെ ശബ്ദം എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് കളമശ്ശേരി തിയേറ്ററിൽ, കളമശ്ശേരി പ്രീതി എന്ന് പറഞ്ഞ സിനിമ തിയേറ്റർ ഉണ്ട്, ഓലക്കോട്ടയാണ്. അവിടെയാണ് ഞങ്ങളെല്ലാം ചെറുപ്പം തൊട്ട് എല്ലാ സിനിമയും കണ്ട് വളർന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ പോകും. ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോകുമ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ നേരത്തെ. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് കേൾക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ശബ്ദമുണ്ട്, കറക്റ്റ് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ ഈ തിയേറ്ററിന് വെളിയിലിരുന്ന് നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് കറക്റ്റായിട്ട് ജസ്റ്റ് ആ സമയത്ത് തോന്നിയതാണ്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞത് തിയേറ്ററിൻ്റെ വെളിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അതായത് ലാലേട്ടൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മമ്മൂക്ക വന്നിട്ടുണ്ട്, മമ്മൂക്കയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്. ആ ഒരു ഓർമ്മ വീണ്ടും തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. നന്നായിരുന്നു. ഓക്കെ, അടിപൊളി. ശരി, താങ്ക് യു ഇക്ക. ഇനി നമുക്ക് പക്രുചേട്ടനോട് ചോദിച്ചു നോക്കാം. സിജിൻ പവർഫുൾ മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. എല്ലാത്തിനും ഒരു പവറുണ്ട് പുള്ളിയുടെ. നല്ല രസമുണ്ടായിരുന്നു മിക്കത്. എനിക്ക് ഇപ്പോൾ ഇക്ക പറഞ്ഞ പോലെ തന്നെ അതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ച് ഡയലോഗിനകത്ത് ഒതുക്കി നന്നായിട്ട് ചെയ്ത ഒരു സംഭവം ദുൽഖറിനെ എനിക്ക് തോന്നി. കാരണം എനിക്ക് തോന്നുന്നത് സിജിൻ്റെ വോയിസുമായിട്ട് കുറച്ചുകൂടി മാച്ച്, അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പല പല വേരിയേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ബാക്കി പറഞ്ഞ പോലെ തന്നെ നല്ല രസമുണ്ട്. ഷാരൂഖ് ഖാൻ്റെ വളരെ വേറൊരു സ്റ്റൈലിൽ, വേറൊരു രീതിയിൽ നല്ല ശബ്ദമാണ് സിജിൻ്റെ. ഈ ഡബിങ്ങിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അനുഗ്രഹിച്ച് കിട്ടിയൊരു ടോൺ എന്ന് പറയില്ല, നല്ല സ്വീറ്റ് ടോണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശബ്ദം വെച്ച് അങ്ങോട്ട് പൊളിക്കുക. എന്താണെങ്കിലും നന്നായിട്ട് സിജിൻ പെർഫോം ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സിജിനെ എനിക്ക് ഇതിനു മുൻപ് അറിയാം. അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുട്ടിയൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അതൊക്കെ കട്ട് ചെയ്തല്ലേ. ഞാനിപ്പോഴും കാണുമ്പോൾ മൈക്കിൾ ജാക്സന്റെ പഴയ രൂപമാണ്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു പഴയ മൈക്കിൾ ജാക്സൺ അതേ രൂപമാണ് ശരിക്കും. പിന്നെ സിജിൻ ചെയ്തതെല്ലാം ഇന്നോവേറ്റീവ് ആയിട്ടാണ്. വേറൊരാളുടെ നിന്ന് കടമെടുക്കാണ്ട് സ്വന്തം ബെഞ്ച് മാർക്ക് ഉണ്ട്. നിങ്ങളുടെ ഒരു മാർക്കുണ്ട് അതിന്. കാരണം എല്ലാം നമ്മൾ എക്സൈറ്റ്മെന്റിലാണ്, ഭയങ്കര ആകാംക്ഷ. കാരണം പുതിയ പുതിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയായിട്ടും ചെയ്യാത്തത്, റിപ്പീറ്റ് ചെയ്യാത്ത സാധനം. പിന്നെ സിജിൻ ഇന്നലെ താമസിച്ച റൂമിന്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വന്നതാ. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കാരണം ഉറങ്ങി വരുമ്പോഴേക്കും സത്യല്ലേ. അപ്പൊ അതും കൂടി എനിക്ക് മനസ്സിലാക്കുക. കാരണം പ്രാക്ടീസ് ഇവിടെ മത്സരമൊന്നും ഇല്ലെങ്കിലും സിജിന് നന്നായിട്ട് പെർഫോം ചെയ്യണം, പൊളിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വിജയിച്ചു. 100-ൽ 100 മാർക്ക് കിട്ടും. ശരി, അപ്പൊ എന്തായാലും ഇത്രയും പവർഫുൾ പെർഫോമൻസ് തന്ന ഞങ്ങൾക്ക് ഞങ്ങൾ കിടിലം പവർഫുൾ ഗിഫ്റ്റ് അങ്ങോട്ട് വന്നാലോ? സന്തോഷായിരിക്കില്ലേ? അപ്പൊ എന്തായാലും ടിനി ചേട്ടാ നല്ല പവർഫുൾ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാറുണ്ട്. കമോൺ. ടിനി ചേട്ടാ ലണ്ടൻ ക്ലാസിക്സ് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടാണ് ആദ്യം സമ്മാനമായി കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം. കോമഡി മാസ്റ്റേഴ്സിൽ ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെയുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് പറയേണ്ടത്. ആർട്ടിസ്റ്റിന്റെ ശബ്ദം വേണ്ട, നിന്റെ ഓൺ സൗണ്ടിൽ ഒരു ആങ്കർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കമോൺ. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ഒരു ബ്രേക്ക് ആണ്. അതെ, ഷോർട്ട് ബ്രേക്ക്. ബ്രേക്ക്. അതെ, ഇങ്ങനെ ആഹാരം കഴിച്ചിട്ട് വന്നിരുന്നു ഗുസ്തി മര്യാദ വന്നേ കിടക്കാം. രാവിലെ അമ്പലത്തിൽ പോവേണ്ടതാ. അമ്പലത്തിലാന്ന് തോന്നി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, എന്നിട്ട് ഒരു കുഞ്ഞിക്കാലെങ്കിലും കണ്ടോ? അമ്മ വിളിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ്. അപ്പൊ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോണം. എടി, കുട്ടികൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്, ആ സമയത്തൊക്കെ ഉണ്ടായിക്കോളും. നീ കയറി പോയേ, എനിക്കൊന്ന് എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യണം. ഇവിടെ ചെയ്യുന്നതിന്റെ പകുതി ആ ബെഡ്റൂമിൽ കാണിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ക്ഷേത്രങ്ങൾ മൊത്തം കയറി ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. എനിക്ക് ബാക്കി പകുതി ബെഡ്റൂമിൽ കാണിക്കാം. ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ എന്റെ മൊണ്ട കെട്ടിവെച്ചത്. എന്തോന്ന് വിളിച്ചത്?
കുട്ടാന്നൊന്നുമല്ല, നീ ഇടയായിട്ട് നിന്റെ സ്വരം മാറുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കിവിടെ എന്തിന്റെ കുറവാ? എടി നിനക്ക് പുറത്തോട്ട് പോകാൻ കാറില്ലേ? നിനക്ക് കൊണ്ടുപോകാൻ സ്വർണത്തിന് സ്വർണമില്ലേ? നിനക്ക് അമ്മയ്ക്ക് അമ്മയില്ലേ? ഭർത്താവിന് ഭർത്താവില്ലേ? ഓ, അച്ഛന്റെ പ്രായമുള്ള ഒരു ഭർത്താവ് ഇല്ല. നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേ അതിന് അച്ഛനാവണ്ടേ കള്ള. അതുകൊണ്ട് നാളെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടനെ ഒന്ന് ഡോക്ടറിനെ കാണിക്കണം. ഡോക്ടറെ കാണിക്കണം? എന്തിന്? നിങ്ങൾ ഈ രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ നാടുതീല് നടക്കണില്ലേ? ആൾക്കാരെ പരാതി കാരണം എനിക്ക് വയ്യ. എടി അത് ഞാൻ മനപ്പൂർവ്വം ഇറങ്ങി നടക്കണേടാ. ഉറക്കത്തിൽ ഇറങ്ങി എഴിച്ച് നടക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടല്ലോ. അതൊരു അസുഖമല്ലേ? അതിനല്ലേ ഞാൻ നെറ്റിയിൽ ഓയിൽമെന്റ് പെട്ടത്. ഓയിൽമെന്റ് പുരട്ടി കഴിഞ്ഞാൽ അതങ്ങ് മാറും. അതെ, നമ്മുടെ വീട്ടില് വേലക്കാരി ശാന്തയില്ലേ, അവള് പറയുന്നത് കേട്ട് എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. അവളെന്താ പറഞ്ഞത്? അവളെ ഇന്നലെ രാത്രി കുളിക്കാനായിട്ട് നമ്മളെ വീട്ടിന്റെ ആ ഫ്രണ്ടില് ബാത്റൂമില്ലേ, അവിടെ ഇറങ്ങിയപ്പോ നിങ്ങൾ തലേണയും കെട്ടിപ്പിടിച്ച് അവിടെ ചെന്ന് ഉറക്കത്തിൽ ഇങ്ങനെ നിക്കണെന്ന്. ഞാൻ ഉറക്കത്തിലാണ് നിന്റെ ആര് പറഞ്ഞത്? നീ പറയണമായിരുന്നു ഞാൻ ഉറക്കത്തിൽ വന്ന് നിന്ന് അങ്ങനെ അറിയത്തില്ലെന്ന് പറയണമായിരുന്നു. വല്ല ചാല അവളെ കാലും കയ്യും പിടിച്ച് ഞാൻ അവസാനം പറഞ്ഞു കൂട്ടി കൊടുക്കാന്ന്. സ്വന്തം ഭർത്താവിനെ കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ടവളാ. അയ്യോ, ആരോടും പറയാതിരിക്കാൻ വേണ്ടി അടുത്ത മാസം ശമ്പളം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞത്. നീ എന്തോടെ ചെയ്യും? എവിടെ പോണേ? ഞാൻ പോയി കിടന്ന് ഉറങ്ങാം. നിങ്ങൾ ഉറങ്ങണ്ട. ഞാൻ കാലി കെട്ടി തന്ന മണി എന്ത് ചെയ്തു? മണിയാ? അത് പറഞ്ഞ പോലെ അത്. എടി ഞാനൊരു കാര്യം നിന്നോട് പറയാം. എടി അതിന്റെ ഈ കിലുക്കം കാരണം എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണാ? നിങ്ങൾ നടന്നല്ലേ ഉറങ്ങണത്? ഇന്നലെ നിങ്ങൾ ഇറങ്ങി പോയിട്ട് ഞാൻ അറിഞ്ഞില്ല. പോണ വഴിക്ക് ഏതെങ്കിലും പൊട്ടക്കിണറ്റിൽ വീണ ആരറിയും? അതുകൊണ്ട് ഈ മണി കെട്ടിയിട്ട് നിങ്ങൾ പോയാ മതി. അത് നീ എടുത്ത് വെച്ചേക്കണ? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൊള്ളാല്ലേ ഈശ്വര. ഇതിന്റെ കിലുക്കം കൊണ്ട് ഇനിയിപ്പോ നിങ്ങൾ നിന്റെ കിലുക്കം കേട്ട് ഉറങ്ങിയാ മതി. എന്റെ ദൈവമേ, ഇങ്ങനെ എന്റെ കഴുത്ത് കെട്ടിയപ്പോ ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനിയിപ്പോ മണി നീ എപ്പോ അഴിക്കും? നമ്മുടെ കൊച്ചിന്റെ നൂലിയേട്ടിന് അഴിക്കാം. അപ്പൊ നീ തോനെ അഴിച്ചണക്ക് തന്നെ. അല്ല, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണു. ഈശ്വര, വീണ്ടും തുടങ്ങി കിലുക്കം. എന്തോ ചെയ്യുമെന്ന് പറയും. ഇവിടെയൊക്കെ ഓരോ കാര്യങ്ങൾ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതാണ് നല്ലത്. മൂന്നാമത്തെ ഓക്കെ. താങ്ക് യു ചേച്ചി, താങ്ക് യു. നമ്മൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്നതിന് ചേച്ചിയോടുള്ള നന്ദി ഞാൻ ഒരിക്കലും പറഞ്ഞു തീരില്ല. ഐ ലവ് യു ചേച്ചി. ഉമ്മ. ഓട്ടിക്കാൻ വരുന്ന സമയത്താണോ നിന്റെ സെറ്റപ്പിനെ വിളിച്ച് ഉമ്മ കൊടുക്കുന്നത്? സെറ്റപ്പ് അല്ലെന്ന്. ഇല്ല, ഇത് മറ്റേ നമ്മളെ ഗൂഗിൾ മാപ്പാണ്. നമ്മൾ ഇവിടെ സ്ഥലത്ത് കൊണ്ടെത്തിച്ചത് ഈ ഗൂഗിൾ മാപ്പാണ്. അവിടുത്തെ ചേച്ചിയാണോ? നമ്മൾ എന്ത് ചോദിച്ചാലും ഗൂഗിൾ മാപ്പ് തരും. എന്ത് തരും? എന്തും അറിയാൻ പറ്റും. എന്തും അറിയാൻ പറ്റും. രാജേന്ദ്രപിള്ള അദ്ദേഹം 7ാമത്തെ വയസ്സിൽ എന്നെ അമ്മയെ ഉപേക്ഷിച്ചു. എന്റെ അച്ഛനാ. അച്ഛനെ കിട്ടു. അച്ഛൻ അച്ഛൻ അച്ഛൻ. അണ്ണാ, 8 വർഷമായിട്ടാണ് എന്നെ പുറകെ ഞാൻ നടക്കണം. എന്നിട്ട് രഹസ്യമാണ് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ? എന്താ പറഞ്ഞു ഉറക്കടാ. സിനിമ നടൻ ജയറാം ആണല്ലാണ് എന്റെ അച്ഛൻ. ജയറാം. അയ്യോ, ഇത് അയലത്തെ അദ്ദേഹം സിനിമ കയറി വന്ന കട്ട് ചെയ്യണത്. നമ്മൾ സാധാരണ വീട്ടിന്റെ പുറകു വശത്തൂടെ അല്ലേ കയറേണ്ടത്? അതെ. എന്തിനാ നമ്മൾ മുൻവശത്ത് വന്ന് നിൽക്കുന്നത്? സാധാരണപ്പെട്ട ആൾക്കാർ കള്ളന്മാർ പുറകെ കൂടാണ് കയറുന്നത്. പക്ഷേ ഇതിലെ ഫ്രണ്ടിൽ കൂടെ ആണല്ലോ വരുന്നത്. ആര്? ഇവിടുത്തെ മുതലാളി. അയ്യോ, അങ്ങേര് വന്നാൽ നമ്മൾ പിടിക്കത്തില്ലേ? എടാ, സോമനാംബുലൻസ് എന്ന് കേട്ടിട്ടോ? പിന്നെ 108 ആംബുലൻസ് ഓടിക്കുന്ന സോമേനൻ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ പൊട്ടനെ കൊണ്ട് വന്നാൽ ഞാൻ പോലീസിന്റെ പിടിയിൽ അകപ്പെടും. സോമനാംബുലൻസ് എന്ന് പറഞ്ഞാൽ രാത്രി എണീറ്റ് നടക്കുന്ന ഒരു സ്വഭാവം മുതലാളിക്കൊണ്ടെന്ന്. നിങ്ങൾ വേറെ കൊച്ചു പിള്ളേരെ ആരെങ്കിലും പറഞ്ഞ് പറ്റി എനിക്കറിയത്തില്ല. ഈ നാട് മൊത്തം അറിയാം, നിനക്കിതറിയത്തില്ല. അങ്ങനെ ഒരു അസുഖം ഇല്ല. ഉണ്ടെന്ന് പുള്ളി ഇറങ്ങി നടക്കും, നമ്മൾ അകത്ത് എരിവ് ഓട്ടിക്കുന്നു. പിന്നെ ഇപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഇത്രയും എനിക്ക് 10-35 വയസ്സാണ്, ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കാം. നീ എന്തിനാ ഓടുന്നേ? പുള്ളിക്കാരെ ഇറങ്ങി വരുമെന്ന്. ഒരു കുഴപ്പമില്ല. വരുന്നു. സോമനാംബുലൻസോ? കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ. നീ എന്തിനാ പേടിക്കും? ഇങ്ങോട്ട് വേണ്ട. പോട്ടെ, തിരിയട്ടെ. പോട്ടെ. മരത്തേലിരിക്കും. അങ്ങോട്ട് പോട്ടെ. അതാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ട്? അത് ഒന്നും അറിയത്തില്ല. എടാ, അബോധാവസ്ഥയില് ഉറക്കത്തിൽ ഇങ്ങനെ എണ്ണിട്ട് നടക്കും. രാഘവണ്ണനും ഉണ്ട്. നമ്മളെ വീട്ടില് മാമ ഇല്ലാത്ത സമയത്തെ മാമിയുടെ വീട്ടിൽ വന്നിട്ട് മുറിക്കകത്തുനിന്ന് പുള്ളിക്കാർ 24 മണിക്കൂർ ഇറങ്ങി പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഇറങ്ങി വന്നപ്പോ ഞാൻ പറഞ്ഞു, രാഘവ മാമ ഇവിടെ ഇല്ല, കയറി പൊയ്ക്കോന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടാതെ പോയി. അപ്പൊ പുള്ളിക്കാരും ഇത് അസുഖമായിരിക്കും. ഈ അസുഖമല്ല, പിന്നെ അത് സൂക്കേട് എന്ന് പറയും. മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ എന്റെ ചികിത്സ. എന്തോ ചെയ്യുന്നേ? ഇനി എന്താ ചെയ്യുന്നേ? കോഷ്യൂമെടു. ഓപ്പിയാറിന്റെ പൈൻ്റെ അടുത്ത് അത് കിട്ടിയില്ല. കോഷ്യൂം എടുക്കാൻ പറയണ്ടേ? പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുക.
ഇതെന്താന്നറിയാമോ? എന്തോന്നിനാ? ഇത് പുള്ളിയുടെ അതേ സെയിം സാധനം നമ്മൾ ഇട്ടുകൊണ്ട് അത് തെറി മോട്ടിക്കുന്നു. അപ്പഴേ ആ സമയത്ത് അവിടുത്തെ പെണ്ണുമ്പുള്ള വല്ലതും എണ്ണിട്ട് കഴിഞ്ഞാൽ ഭർത്താവ് എന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വീണ്ടും കിടന്നുറങ്ങിക്കോളും. അറിയത്തില്ല. ഇല്ല, ഇങ്ങോട്ട് കൊണ്ടുപോവാ. പുള്ളിയുടെ ഫിഗർ കിട്ടുന്നുണ്ടോ? ഇപ്പൊ അണ്ണനെ കണ്ട ആ പുള്ളിക്കാരനെ കണക്ക് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, ഇത് പുള്ളിക്കാരന് ഉള്ള ഒരു സാധനം അങ്ങനെയില്ല. അതെന്തുവാ? പുള്ളിക്കാരന് മണിയുണ്ട്, അണ്ണന് മണിയില്ല. എനിക്ക് മണി ഉണ്ടല്ലോ. അതിൽ നിന്ന് കാലി കെട്ടണം മണി. ബുദ്ധി വേണം, ബുദ്ധി വേണം. കേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മണി കെട്ടിക്കഴിഞ്ഞാ ആ പണ്ണുമ്പിള്ള എണ്ണിക്കത്തില്ലടാ. ബുദ്ധിയോടെ ചിന്തിക്കണം. ആ ചേച്ചി എണീക്കുമ്പോഴേ മണിയിൽ ശബ്ദം കേൾക്കുമ്പോ ഈ വീട്ടിലെ മുതലാളിയാണെന്നല്ലേ തോന്നത്തുള്ളൂ. മൊത്തം കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ. ഞാൻ കയറി വേണം. പിന്നെ വേറൊരു കാര്യം, സിഗ്നൽ അറിയാമല്ലോ? കൊള്ളാ സിഗ്നൽ അറിയാവോന്ന് എനിക്കറിയാം. എങ്ങനെയാ? അതെന്താ സിഗ്നൽ? നമ്മളപ്പുറത്ത് ശാന്ത ചേച്ചിന്റെ ഈ സിഗ്നലാണ് കാണിക്കുന്നത്. അതല്ല, എനിക്ക് സിഗ്നൽ വേണം, സിഗ്നൽ വേണം. ഈ പാതിരാത്രി ഞാൻ ഏത് സിറ്റി പോയി സിഗ്നൽ എടുത്തുകൊണ്ട് വരും? അതല്ല, ഊതാൻ അറിയാമോ? എല്ലാരും എന്റെ അടുത്ത് ചോദിക്കണം എന്തുകൊണ്ടത്? വിസിൽ ഊതാൻ അറിയാമോ? അതിപ്പോ വിഷം മുഖത്തോട്ട് ഊതാനല്ല പറഞ്ഞത്, ഇത് വിഷിൽ സൗണ്ട്. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ അകത്ത് കയറിയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ആ പുള്ളി വരുവാണെങ്കിൽ കറക്കി കറക്കി വിട്ടേക്കണം. ഓക്കെ, എന്താ വെറുതെ കേക്കാൻ നോക്കിയതാ. കേക്കാൻ നീ അടിക്കണ്ട. ഓ കേട്ടാ, ശരി പോയിട്ടോ. നോക്കി പോണേ, ഞാൻ ഇവിടെ ഉണ്ട്. നീ തരാനുള്ള പൈസ എന്തായാലും എനിക്ക് തരണം. നിന്റെ അട വന്നു എന്റെ അടുക്ക പലിശക്ക് മേടിച്ചിട്ട് നീ എത്ര നാളായടാ? എനിക്ക് തന്നാലേ. അല്ലെങ്കിൽ ഞാൻ തിരി പോണം. പുള്ളിക്കാരനൊന്നും അറിഞ്ഞൂടല്ല. മാല പെണ്ണും പിള്ള എന്നേ പറയണ ഒരു മാല കൊണ്ടു കൊടുക്കണോ ഒന്നും അറിയത്തുമില്ല. ഇത്രയും മൊബൈലിൽ ഉണ്ടായിട്ടാണ് ഉറക്കം തൂക്കി നടക്കുന്നത്. കള്ളൻ. എന്നെ പിടിക്കില്ലേ, വിട്. ഞാൻ ഓട്ടിക്കാൻ പറ്റതല്ല, ആശാനകത്തുണ്ട്, എന്നെ വിട്. സംഭവം കൊള്ളാം. ഇങ്ങോട്ട് പോ. എന്ത് ചെയ്യും? വരികയും ചെയ്യേ. അടുത്താണ് കളി. അയ്യമ്മ, സംഭവം കിട്ടി. അങ്ങനെ ഒരു പണ്ടൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇവിടുത്തെ വീട്ടിൽ അങ്ങനെ കയറി വന്ന് ഞാനൊരു പൈന്റ് പൊട്ടിച്ച് അങ്ങനെ അണ്ണാക്കിലോട്ട് ഒഴിച്ച് ബാഗിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, എസ്കേപ്പ്. നമുക്ക് ജംഗ്ഷൻ വെച്ച് നമുക്ക് മാറാം. ഞാൻ പിടിക്കൂലെന്ന് വിചാരിച്ചല്ലേ? മടി കെട്ടിയാലും എണീറ്റ് പോകുമെന്ന് എനിക്കറിയാം. വന്ന് നമുക്ക് കിടക്കാം. അയ്യോ, ഈ പെണ്ണുമ്പുള്ള തീക്കൊള്ളി കൊണ്ടാണല്ലോ തല അറിയണത്. ചേട്ടാ, അയ്യോ, സൗണ്ട് എന്ത് വ്യത്യാസം? മഞ്ഞുണ്ട്. ആ, ഈ മഞ്ഞത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ അറിയണം. വാ, നമുക്ക് കിടക്കാം. അയ്യോ, ഇത് വിശത്തിരിക്കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണല്ലേ ഇത്? ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടൻ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കൂലേ? അപ്പൊ എനിക്കും ചേട്ടന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടാ. ചെന്ന് കേറിക്കൊണ്ട് ചേട്ടാ, പിന്നെ പറയടി, നമ്മുടെ കല്യാണം കഴിഞ്ഞ ആ ദിവസം ഓർമ്മയുണ്ടോ? അതിന് എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ. അല്ല, ഓർമ്മയുണ്ട്. അതൊക്കെ എന്ത് രസമായിരുന്നല്ലേ? അതെ അതെ അതെ. ചേട്ടാ, നല്ല നിലാവുള്ള രാത്രി, നല്ല തണുപ്പ്, വേലക്കാരി ശാന്ത ഉറങ്ങി. അവളെവിടെ കിടക്കുന്നു? വന്നില്ല. ഞാനും എന്റെ ചേട്ടനും മാത്രം. അയ്യോ, ഈ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് കൊണ്ട് പോണത്.
സ്വർണ്ണമല്ലേ ചേട്ടാ 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 ഇങ്ങോട്ട് ഞാനെന്താ ഇവിടെ 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 എങ്ങനെ എന്റെ സ്വർണ്ണം എടുത്തോണ്ട് എവിടെ പോയി അയ്യോ സ്വർണ്ണു ഇതെങ്ങനെ എങ്ങനെ എങ്ങനെ ഇത് വേലക്കാരി അയ്യോ നിങ്ങൾ വേലക്കാരിയും കൂടെ എന്റെ സ്വർണ്ണം എടുത്ത് ഒളിച്ചോടാ പോയില്ലേ അല്ലല്ല. അല്ലേ? അയ്യോ നിങ്ങൾ ഈ കള്ള നടത്ത എനിക്ക് അന്നേ സംശയം ഇതെങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാ, അയ്യോ, എന്റെ സത്യമായിട്ട്. ജീവിതം തകർത്ത്. ഞാൻ ചാവ് നോക്കോ നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ ഞാൻ ചാവ് അങ്ങനെ നോക്കോ ചാവടി ചാവ് വിശ്വാസമില്ലെങ്കിൽ ഓ ഞാൻ ചത്തിട്ട് വേണം നിങ്ങൾക്ക് അവ കൂടെ ജീവിക്കാനല്ലേ ഈശ്വരാ. നിങ്ങൾ സ്വർണം തരുന്നുണ്ടോ ഇല്ല തരൂലേ ഞാൻ എന്റെ സ്വർണ്ണം തരൂല ഞാൻ എന്റെ സഹോദരനെ വിളിക്കും അയ്യോ നിങ്ങൾ തരുന്നുണ്ടോ ഇല്ല ഇല്ലേ തരൂലെന്ന് നിങ്ങൾ നോക്കോ ഈശ്വരൻ എവിടെ എന്തോന്ന് പറയണത് അണ്ണൻ കാരണം ഒരു കുടുംബം തകർന്നില്ലേണോ? എടാ കുടുംബം തകർന്നോട്ടെ, നമുക്ക് ജീവിതകാലം മൊത്തം സുഖമായിട്ട് കഴിയാനുള്ള സംഭവമാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. അത് തട്ടിപ്പറച്ചുകൊണ്ട് ഓടാം. ചേട്ടാ 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 ഇതാര്? ആരെന്ന്? ചേച്ചി ഇതാര് ഇത്? എന്തോ ഇതാര്? എനിക്കറിഞ്ഞൂടാ നിനക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടെന്ന് അപ്പൊ ഞാനില്ലാത്ത സമയത്ത് ഈ വീട്ടിനകത്തുള്ള കയറ്റിയിരുത്ത ആരെന്ന് നിനക്ക് അറിഞ്ഞൂടെ അയ്യോ എനിക്ക് അറിഞ്ഞൂടാ ഇടി പഞ്ചകി ആ എന്റെ ഡ്രസ് എന്റെ മുണ്ട് അത് കൊള്ളാല്ല. അപ്പൊ ഞാൻ രാത്രി ഉറക്കത്തി എഴിച്ച് നടക്കുമ്പോ ഇതിനൊക്കെ ഓരോരുത്തരെ വിളിച്ച് വീട്ടിൽ കയറ്റക്കാം അല്ലേ? മണിയുണ്ട് മണി. ഇതേ മനുഷ്യൻ നിങ്ങളെ കള്ളത്തരം പിടിച്ചത് പറഞ്ഞ എന്നെ അനാവശ്യം പറയരുത്. കള്ളത്തിനെ പിടിച്ചെന്നാ എടി ഇതൊന്നും ഞാൻ അറിവില്ലെന്ന് വിചാരിച്ചാ ദുഷ്ടേ ദുഷ്ട നിങ്ങള് വഞ്ചകി വഞ്ചകി നിങ്ങള് എടി നിന്നോടത്തിന്റെ ഒരു നിമിഷം ഞാൻ ഇവിടെ ജീവിക്കൂല. എനിക്ക് നിങ്ങളോട് ആരാ നിമിഷം പോലും ജീവിക്കണ്ട. ജീവിക്കാൻ നേരം വിളിക്കട്ടെടി ഇതിന്റെ കാര്യം ഒന്ന് അറിയണം. ആ എന്റെ സഹോദരൻ വരും അപ്പോഴിതിന് തീരുമാനം എടുക്കും. വിളിച്ചിട്ട് വാടി എന്റെ അച്ഛനും വരും. നിങ്ങളെ മരിച്ചുപോയ അച്ഛൻ എവിടെ വരും? അത് ഞാൻ ഓണത്തിന് പറഞ്ഞു. ഓണത്തിനായാലും എന്തായാലും എനിക്ക് നിങ്ങളോട് ഇനി താമസിക്കണ്ട. എനിക്ക് നിങ്ങളെ താമസിക്കണ്ടടി ഇടപാട് തീർത്താ മതി. അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നാളെ എന്തായാലും നിങ്ങളുടെ ആങ്ങളും വരും, സാറിന്റെ അച്ഛനും വരും. നാളെ എന്തായാലും ഡിവോഴ്സ് ആകും. പിന്നെ ഈ സ്വർണം വേസ്റ്റ് അല്ലേ, അതുകൊണ്ട് അതെനിക്ക് ഞാൻ കള്ളൻ. കള്ളനാണ് മോട്ടിക്കാൻ കയറിയത്. മാത്രമല്ല ഇവിടെ വേറെ ആരെങ്കിലും ആരും കൂടില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചന്ദ്രൻ എനിക്ക് ഉറങ്ങുമ്പോൾ എണീറ്റടക്കുന്ന ഒരു അസുഖം ഉണ്ടെന്ന്. ഓടിക്കോ. അപ്പൊ ടിനി ചേട്ടാ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ റോസമ്മ പോവാന്നൊക്കെ. ഓക്കെ അപ്പൊ മാസ്റ്റേഴ്സ് ബൈ. ഗുഡ് നൈറ്റ്. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.